നാരായണ 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 നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം 82-ാമത്തെ അധ്യായം മുതൽ പറയണു. ദ്വാരകയിൽ എല്ലാ സമയത്തും രാമകൃഷ്ണന്മാരുണ്ടാവാറില്ല. ഇപ്പോൾ ദ്വാരകയിൽ രാമകൃഷ്ണന്മാരുള്ള ഒരു സമയത്ത് ഒരു സൂര്യഗ്രഹണം, കുറച്ച് കേമായിട്ടൊരു സൂര്യഗ്രഹണം വന്നു എന്നാണ്. അപ്പോൾ ആ സമയത്ത് അനിരുദ്ധനെയും കൃതവർമാവിനെയും ദ്വാരകയ്ക്ക് കാവൽ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും കൂടിയിട്ട് സമന്തപഞ്ചക തീർത്ഥത്തിലെത്തി. കുരുക്ഷേത്രത്തിലുള്ളൊരു സ്ഥലമാണ്, പുണ്യതീർത്ഥമാണ്. അനവധി പേര് പല ദിക്കിൽ നിന്നും വന്നിട്ട് അവിടെ ഒരു കുംഭമേള പോലെ 12 കൊല്ലം കൂടുമ്പോഴൊക്കെയാണ് നടക്കുക. അപ്പോൾ അങ്ങനൊരു രീതിയിൽ പ്രത്യേകമായിട്ടൊരു സമ്മേളനം അവിടെ വെച്ച് നടന്നു എന്നാണ്. അതായത് സൂര്യഗ്രഹണത്തിൻ്റെ ദോഷങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സമ്മേളിച്ച് കൂട്ടപ്രാർത്ഥന ചെയ്യുക. അതാണ് നമ്മൾ ഭാഗവതത്തിലൊക്കെ എല്ലാ ദിവസവും രാവിലെ സപ്താഹയജ്ഞങ്ങൾക്ക് കൂട്ടപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഭാഗവതം പാരായണം ചെയ്യാൻ നിൽക്കുക. അതതിൻ്റെ ഒരു വിധിയാണ്. എന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു വലിയ കൂട്ടപ്രാർത്ഥനയാണ് ഈ മഹാകുംഭമേള പോലെ ഒരു സംഗമം. അപ്പോൾ രാമൻ കൃഷ്ണനും ഋഷിമാരും എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങനെയാണ്, അങ്ങനെ എത്തിച്ചേരും. ആ ഒരു കഥ പറയുകയാണ്. പല ദിക്കിൽ നിന്ന് ഈ കുരുക്ഷേത്രത്തിൽ എല്ലാവരും വന്നു എന്നാണ്. അത് കുരുക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പരശുരാമൻ നിർമ്മിച്ചതായിട്ടുള്ള സമന്തപഞ്ചക തീർത്ഥം എന്നുള്ള ഒരു തീർത്ഥമാണത്. ദുഷ്ടക്ഷത്രിയന്മാരെയൊക്കെ 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ദുഷ്ടരായിട്ടുള്ള രാജാക്കന്മാരെ വധിച്ച് ആ രക്തം കൂടിച്ചേർന്നു എന്ന് വേണം പറയാം. അതുകൊണ്ടുണ്ടായതാണ്. ആ മഴുവിനെ കഴുകിയതായിട്ടുള്ള ജലമെന്നോ വേണമെച്ചാൽ അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ അതിൽ പെട്ടതാ. ഏതായാലും അത് ഹൈഹയ കുലനാശം എന്ന് അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റുമെന്നാണ് ആചാര്യന്മാർ പറയാറുണ്ട്. ക്ഷത്രിയന്മാരെ മുഴുവൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ഷാത്ര തേജസ് ഭൂമിക്ക് ഭാരമായിട്ട് വന്നപ്പോൾ അതിനെ പരശുരാമൻ അതൊരു 21 വട്ടം അങ്ങോട്ട് ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. എവിടെ രാജാക്കന്മാർ ചീത്ത ചെയ്യുന്നുണ്ടോ അവിടെ എത്തും ഭഗവാൻ, അവരെ വധിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായതാണ് ഈ തീർത്ഥം, സമന്തപഞ്ചക തീർത്ഥം. കുരുക്ഷേത്രത്തിലാണ്. അവിടെ ഇവർക്കൊക്കെ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് പിതൃതർപ്പണം പരശുരാമൻ ചെയ്തു എന്നാണ്. ബ്രാഹ്മണ്യം മുഴുവനെ കയ്യിലുണ്ട്, ഈശ്വരഭാവമുണ്ട്. ക്ഷാത്ര തേജസ്സിനെ ഇപ്രകാരം വധിച്ചേണ്ടതായിട്ടുള്ള ഒരു ക്ഷാത്ര തേജസ്സും ഉണ്ട്. അത് അച്ഛനാൽ കിട്ടിയതാ, മുത്തച്ഛനാൽ കിട്ടിയതാ. അപ്പോൾ ബ്രാഹ്മണ തേജസ്സുണ്ട്, ക്ഷാത്ര തേജസ്സുണ്ട്, ഈശ്വരഭാവമുണ്ട്, അവതാരമൂർത്തിയാണ്. അവിടെ ഭഗവാൻ തന്നെ ഈ ലോകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിതൃതർപ്പണാദികളെ ചെയ്തു എന്നാണ്. അപ്പോൾ അവിടെ ആര് പിതൃതർപ്പണം ചെയ്താലും മുക്തി കിട്ടാത്തൊരു വിഷയം വരുന്നില്ല. അറിഞ്ഞു ചെയ്താലും അറിയാണ്ട് ചെയ്താലും എങ്ങനെയെങ്കിലും ചെയ്താലും മുക്തി കിട്ടും അവിടെ. അതാണ് കുരുക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. സ്മരിച്ചുകൊണ്ട് ഒരു പിണ്ടം വയ്ക്കുക, അത്രയേ വേണ്ടൂ, എന്നാൽ മുക്തി കിട്ടും. അപ്പോൾ പൂർവികരായിട്ടുള്ള എല്ലാവർക്കും മുക്തി കിട്ടട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് അവിടെ പോയിട്ടൊരു പിണ്ടം വയ്ക്കാം. ഒരു കൈവലി ഇട്ടാൽ മതി, അവനവനെ അറിയുന്ന രീതിയിൽ കൈവലി ഇട്ടാൽ മതി, എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടും. അങ്ങനെ കൃഷ്ണനും രാമനും അവിടെ എത്തി. ദ്വാരകാവാസികൾ കുറേ ഉണ്ട്, എല്ലാവരും അവിടെ എത്തി. ധാരാളം ദാനമൊക്കെ ചെയ്യിച്ചു. ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാവണേ എന്ന മന്ത്രം എല്ലാ ജനങ്ങളും ഒരേപോലെ പറഞ്ഞു എന്നാണ്. കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥനയും വരവും. അങ്ങനെയാണ്. അങ്ങനെ ധാരാളം ഇങ്ങനെ അനവധി രാജാക്കന്മാർ, ബന്ധുക്കൾ, കേരളത്തിൽ നിന്ന് രാജാക്കന്മാർ വന്നിട്ടുണ്ട്. അതേപോലെ അമ്പാടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. നന്ദഗോപുര, യശോദ, ഗോപികൾ, പിന്നെ പാണ്ഡവര്, കുന്തി, അങ്ങനെയുള്ള എല്ലാ രാജാക്കന്മാരും എല്ലാ ദിക്കിൽ നിന്നും മഹാഋഷികളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുന്തി പിന്നെ അവിടെ വെച്ചിട്ട് ഓരോരുത്തർ തമ്മിൽ കണ്ടതിനെയൊക്കെ ഒന്ന് പറയുകയാണ്. കുന്തി വസുദേവരെ കണ്ട് പറഞ്ഞു, ഏട്ടൻ ഞങ്ങളെ മറന്നോ ഏട്ടാ, അനവധി ആപത്ത് ഞങ്ങൾ വന്നു, അന്നൊന്നും ബന്ധുക്കളെയൊന്നും കണ്ടില്ല. അപ്പോൾ വസുദേവർ പറയാണ്, കുന്തി നമ്മളൊക്കെ വിധിയുടെ കളിപ്പാവകളല്ലേ, കംസനാൽ പീഡിപ്പിച്ചത് കുന്തിക്ക് നല്ലോണം അറിയാലോ,
ഞങ്ങളല്ലേ കാരാഗ്രഹത്തിൽ കിടന്നത്, കുന്തി കിടന്നിട്ടില്ലല്ലോ എന്നാണ്. കുന്തിയും വസുദേവരും മറ്റേ ദേവകിയൊക്കെ ആ ദുഃഖം ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് വസുദേവർക്കും ദേവകിക്കും കുറച്ച് കാലേ വേണ്ടി വന്നുള്ളൂ. വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ദേവകിക്ക് ദുഃഖം തുടങ്ങിയത്. ദേവകിയും വസുദേവരും കൂടി ചേർന്നപ്പോഴാണ് വസുദേവർക്കും ദുഃഖം കിട്ടിയത്. പിന്നെ കംസവധം കഴിയുന്നത് വരെ ദുഃഖം, അതിനുശേഷം ദുഃഖമില്ല. കുന്തിക്ക് അങ്ങനെയല്ല. കുന്തിക്ക് കാനീനപുത്രനായിട്ടുള്ള കർണൻ ഉണ്ടായത് തൊട്ട് പിന്നെ മുക്തി കിട്ടുന്നത് വരെ സ്വതേ ദുഃഖമാണ്. പലതരത്തിൽപ്പെട്ടതായ ദുഃഖങ്ങളാണ്. മുഴുവൻ തീർക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും നമ്മളൊക്കെ കളിപ്പാവുകളല്ലേ. അതുകൊണ്ട് പാണ്ഡവ, കൗരവ, ഭീഷ്മാദികൾ, ഉഗ്രസേനാദികൾ, വസുദേവ സ്വീകരണം അങ്ങനെയില്ല. ഓരോരുത്തരും ഓരോരോ തരത്തിൽപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൃഷ്ണനെ കണ്ട് നിർവൃതി. അതേപോലെ യാദവരുടെ ഭാഗ്യത്തെ എല്ലാവരും കൃഷ്ണൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടുവല്ലോ. യാദവരെ കൃഷ്ണൻ്റെ ആഗ്രഹം കൊണ്ടാണ് യാദവർ ഭൂമിയിൽ വന്നത്. എല്ലാവരും ഗോലോകത്തിലെയും ഒക്കെ ഈശ്വരന്മാരാണ്. എല്ലാവരും അതെ ഗോപന്മാരാണ്. അപ്പോൾ യോഗികൾക്ക് പോലും കിട്ടാത്ത ആ കൃഷ്ണനെ ഇവർക്ക് സുലഭമായിട്ട് കിട്ടാതിരിക്കില്ല. അത് കിട്ടി. പിന്നെ അവർ ചില നാട്യങ്ങൾ കാണിച്ചു. കാരണം അവിടെ ഗോപന്മാരെങ്ങനെയാണോ കൃഷ്ണനെ കണ്ടത് അതേപോലെയൊക്കെ തന്നെ എവിടെയും കണ്ടതേ. അവിടെ സ്വാതന്ത്ര്യമില്ല, ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അത്രേ വ്യത്യാസമുള്ളൂ. ഏതായാലും ഈ വേദങ്ങൾ പോലും ഇങ്ങനെ കൃഷ്ണനെ സ്തുതിക്കണം. എന്നിട്ടും ഇവർക്ക് അതൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ പലതരത്തിൽപ്പെട്ടതായുള്ള സംവാദങ്ങൾ ഓരോരുത്തർ അവരവർക്ക് തോന്നിയത്, അനുഭവിച്ചത്, കൃഷ്ണനെ കിട്ടിയതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഭഗവാൻ ഈ വേദത്താൽ അല്ലേ ലോകത്തെ ശുദ്ധീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഭഗവാന്റെ വാക്കുകളാണല്ലോ വേദം. അതുകൊണ്ടാണല്ലോ ഈ നിലനിൽപ്പ്. മുക്തിക്കായാലും ശരി ഭുക്തിക്കായാലും ശരി വേദത്തെയാണ് എല്ലാവരും ആശ്രയിക്കുക. അതൊക്കെ കൃഷ്ണൻ്റെ വാക്കാണ്. കൃഷ്ണപാദ സ്പർശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല, സുഖം മാത്രമേ ഉള്ളൂ. മോക്ഷം പോലും ആഗ്രഹിക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തും എന്നതാണ്. അപ്പോൾ യാദവരുടെ ഈ ജന്മം കൃഷ്ണൻ്റെ ജന്മം കൊണ്ട് തന്നെ, കൃഷ്ണ സാന്നിധ്യം കൊണ്ട് തന്നെ ശുദ്ധമാക്കപ്പെട്ടു. അതേപോലെ നന്ദഗോപുര യശോദ ഗോപികൾ ഒക്കെ പുണ്യം ചെയ്തതാണ്. അതുകൊണ്ടല്ലേ ഈ ഭഗവാന്റെ സാന്നിധ്യം കിട്ടിയത്, കുട്ടിക്കാലം മുഴുവൻ അനുഭവിക്കാൻ സാധിച്ചത്. അപ്പോൾ അവർ അവിടെ വന്നു. വസുദേവർ നന്ദഗോപുരെ ആലിംഗനം ചെയ്തു. അതേപോലെ യശോദയും അതുവരെ യശോദ കിടക്കുകയായിരുന്നൊക്കെയാണ്. അല്ലെങ്കിൽ ജീവിതം അത്ര സുഖം ഉണ്ടായിരുന്നില്ല. 11 വയസ്സിന് ശേഷം ഈ 85 വയസ്സായിരുന്നു അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ. അത്രയും കാലം യശോദ പിന്നെ ദുഃഖിച്ചും കൊണ്ടാണ് കഴിഞ്ഞതെന്ന് പറയാറുണ്ട്. വിരഹം സഹിക്കാൻ വയ്യാതെയുണ്ട്. പിന്നെ കൃഷ്ണനുമായിട്ടുള്ള ഈ സംവാദത്തിന് ശേഷമാണ് യശോദ പൂർവ്വസ്ഥിതിയിലെത്തിയത്. പിന്നെ യൗവനത്തോട് കൂടിയിട്ട് കൃഷ്ണൻ അറിയുന്നത് വരെ സുഖമായിട്ട് ജീവിച്ചു എന്നാണ്. 125 വർഷമുണ്ട്. അപ്പോൾ 85ഉം 15ഉം 25 40 വർഷം പിന്നെ സുഖമായിട്ട് യശോദ വീണ്ടും സുഖിച്ച് ജീവിച്ചു എന്നാണ്. കൃഷ്ണൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ. അങ്ങനെ യാദവര് ഗോപന്മാരെ ഇതുപോലെ ഗോപികളെ ഗോപന്മാരെ ഒക്കെ ബന്ധുക്കളായിട്ട് കണ്ടുകൊണ്ട് പരസ്പരം പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ രാമകൃഷ്ണന്മാരുടെ ഈ ബാലലീലകളെ തൊട്ട് മറ്റേ വസുദേവരും നന്ദഗോപുരം തമ്മിൽ പറയാണ്. വസുദേവർ പറഞ്ഞു, ഈ ഉണ്ണികളെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള വിഷമം അത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും സങ്കടമാവണം. ഞാൻ ചെയ്യേണ്ടത്, ഞാനും ദേവിക്കും കൂടിയിട്ടാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ കണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചില്ലേ, എന്തൊക്കെ വിഷമങ്ങളാണ് നിങ്ങൾക്ക് അന്ന് ഉണ്ടാവുക. അപ്പോൾ യശോദാനന്ദഗോപന്മാരാകെ ജീവിതത്തിൽ സുഖം എന്താണെന്ന് അറിഞ്ഞത് കൃഷ്ണനും രാമനും അവിടെ സുഖമായിട്ട് കഴിയുന്ന കാലത്ത് 11 കൊല്ലാണ്. അപ്പോൾ ആ കൊല്ലത്തെ സുഖം സച്ചിദാനന്ദാണ്. അതിനാണ് ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചില്ലേ എന്ന് ചോദിക്കണതേ. അപ്പോൾ പിന്നെ കരയാണ്ടിരിക്കുമോ? ഇത് വസുദേവർക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് സങ്കടമായത്. അപ്പം അതിനിവിടെ ഈ സന്തോഷമാണ് അനുഭവിച്ചത് എന്നുള്ളത് ദേവകിക്കോ വസുദേവർക്കോ അറിയാഞ്ഞിട്ടല്ല. എങ്കിലും കുട്ടികളെ നോക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല, അത് കഷ്ടതയല്ലേ. അതിനെ ഒന്ന് ഊന്നി പറഞ്ഞു എന്നതാണ്. ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യസനം മനസ്സിലാവുകയും ചെയ്തു. ദുഃഖവും കരച്ചിലും മറ്റൊക്കെ ഉണ്ടായി. അതേപോലെ സന്തോഷിക്കലും. ദേവകിയും രോഹിണിയും ഒക്കെ യശോദയെ കെട്ടിപ്പിടിച്ച് എത്രയൊക്കെയാ ചോദിച്ചാൽ നിശ്ചയില്ല, പരസ്പരം കൊടുക്കുക വാങ്ങുക. സന്തോഷത്തെയും അതേപോലെ തന്നെ
ദുഃഖങ്ങളെ തീർത്തു തന്ന കൃഷ്ണനെ അറിയിക്കുക, അതൊക്കെയാണ്. യശോദയെ, നിങ്ങൾ ചെയ്ത സേവനം ഇന്ദ്രപദവിയേക്കാൾ മഹത്വമാർന്നതാണ്. ഞങ്ങൾ എങ്ങനെയാ അതിന് കടം വീട്ടാൻ സാധിക്കില്ല. അപ്പം ഈ സത്സംഗത്തിൻ്റെ മഹത്വം, ഇതിന് കൃഷ്ണൻ ഒരു കാരണമായി, സൂര്യഗ്രഹണം ഒരു കാരണമായി. ഇപ്പോൾ ഇതാ നമ്മളെല്ലാം ദാനം ചെയ്തുകൊണ്ട് പുണ്യത്തെ കുറേ നേടാൻ സാധിച്ചു. മഹാഋഷികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ മഹാഭാഗ്യല്ലേ, അതൊക്കെ കൃഷ്ണൻ കാരണല്ലേ. ഇങ്ങനെ മൂല്യം അറിയാൻ പറ്റാത്ത അത്ര പുണ്യം ഇപ്പോൾ ഈ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുകയാണ്. ഗോപികൾക്ക് കൃഷ്ണനെ കാണാഞ്ഞിട്ട് വല്ലാത്ത വിഷമം. കണ്ടു കഴിഞ്ഞപ്പോഴുള്ള സന്തോഷം കിട്ടുന്നില്ല, ബാക്കിയുള്ളവർ കൃഷ്ണനെ വളഞ്ഞിട്ടേ. അപ്പോൾ കൃഷ്ണൻ്റെ കൈ പിടിച്ചിട്ട് ഗോപികൾ കൊണ്ടുപോയി. അത് എന്നും അങ്ങനെയാണ്, അവർക്ക് സ്വകാര്യത വേണം. ഗോപികളെല്ലാവരും ഒന്ന്, 110 കോടി ഗോപികളുണ്ട്, അവരെല്ലാവരും ഒന്നാണ്. കൃഷ്ണനും ഒന്ന്, അങ്ങനെ രണ്ടേ ഉള്ളൂ. അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് കൊണ്ടുപോകും. നേരെ മറിച്ച് ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ ഭക്തന്മാരും കൃഷ്ണനും ഭഗവാനും ഭക്തന്മാരും മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ മറ്റേ പ്രായം പ്രശ്നമില്ല, മറ്റേ ലിംഗം പ്രശ്നമില്ല. കുട്ടികളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഒരുപോലെ. സ്ഥാനവും പ്രശ്നമില്ല, രാജാവായാലും കുഴപ്പമില്ല, പ്രജയായാലും കുഴപ്പമില്ല, അതൊക്കെ ഒന്നാ. പക്ഷേ ഗോപികൾ അത് വേറെയാ. ഗോപികൾ അവർ കൃഷ്ണനെ സ്വന്താക്കും. അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് കൃഷ്ണനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ണിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടി മിഴിക്കുന്നുണ്ട് ഗോപികളുടെ. അപ്പോൾ ബ്രഹ്മാവിനെ ശപിച്ചു, ഞങ്ങൾക്ക് എന്തിനാ ഈ കണ്ണിൻ്റെ പോള തന്നത്, അമരത്വം തന്നില്ലല്ലോ എന്ന്. കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമരത്വം, കൃഷ്ണനെ കാണാത്തപ്പോൾ വേണ്ട, ഈ ശരീരം വേണ്ട, അങ്ങനെയാണ്. കൺപോളകളെ ശപിച്ചു എന്നാണ്. അപ്പോൾ ഹൃദയത്തിൽ അങ്ങോട്ട് ഒളിപ്പിച്ചു കൃഷ്ണനെ. ഭഗവാൻ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോവരുത് എന്ന് കണക്കാക്കിക്കൊണ്ട് കൃഷ്ണനെ ഉള്ളിക്കാണ്ടാക്കി. എന്നിട്ട് കൃഷ്ണനെ വലിച്ചുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഒരു കൂട്ടം കൂടി അവിടെ ഇരുന്നു. അവിടെ ഇരുത്തി കൃഷ്ണനോട് കുശലം പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, പ്രിയ സഖിമാരെ, ശത്രുക്കളോട് തുടർച്ചയായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല, നിങ്ങളെ കാണാൻ വരാൻ പറ്റിയില്ല. ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ എന്നെ ഓർക്കാറുണ്ടോ? ഗോപികമാർക്ക് ആ സമയത്ത് ശുണ്ഠിയാണോ അതോ ഇനി കൃഷ്ണനെ കണ്ടുള്ള സന്തോഷം പറയാൻ വേണ്ടത് ശരിയാണ്ടേ? ഞാൻ ഓർക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. ഞാൻ മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ? അപ്പോൾ എന്നോട് നിങ്ങൾ സ്നേഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹമില്ലാത്തവനാണ് എന്ന് കരുതിയിട്ട് എന്നെ വെറുക്കണുണ്ടോ? ഇതൊക്കെയാണ് ചോദിച്ചതേ. ഇതൊന്നും അവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ വെറുക്കണുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചപ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം പോരാ, അത്രത്തോളമായി. ഈ ജീവജാലങ്ങളെ അടുപ്പിക്കുന്നത് അകറ്റുന്നതൊക്കെ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ പണിയാണ്. അതേപോലെ തന്നെ ഈ പഞ്ഞിയും മണ്ണും ഒരു പ്രത്യേകതയുണ്ട്. പഞ്ഞി ആകാശത്തുനിന്ന് മരത്തിൽ നിന്ന് വേർപ്പെട്ടതിന് ശേഷം വിത്ത് ഒപ്പമുണ്ടാവും, വിത്തിൻ്റെ കനുണ്ടാവും. അത് കാരണം പഞ്ഞി ഇങ്ങനെ പറക്കുമ്പോൾ വിത്ത് ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പഞ്ഞി ഇങ്ങനെ പറന്ന് അതിൻ്റെ ഒരു കനം, അത് അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് വന്നു കഴിഞ്ഞാൽ അത് താഴേക്ക് വരും. വലിയ കാറ്റൊന്നും ഇല്ലാച്ചാൽ എവിടെ വെച്ചാൽ അവസ്ഥയിൽ വീഴും. എന്നിട്ട് ആ കുരു മുളയ്ക്കും, വീണ്ടും മരം ഉണ്ടാവും. അതിനാണ് പഞ്ഞി. അപ്പോൾ പഞ്ഞിക്ക് സ്വാതന്ത്ര്യമില്ല, എവിടെ വേണിച്ചാൽ പറക്കുകയും ചെയ്യാം. കാറ്റിനനുസരിച്ച് തടസ്സമില്ലാതെ കൊണ്ട് ഇങ്ങനെ പോവാച്ചാൽ എത്ര വേണിച്ചാൽ പറക്കാം. ഒരു ക്ഷീണവും ഇല്ല, പ്രാരബ്ധവും വരണില്ല എന്ന കൂട്ടത്തിലാണ് ഗോപികൾ. നോക്കണേ, ഗോപികളുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ ഭക്തന്മാരുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ്. നമ്മളെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നുണ്ട്. അത് ഈ കുത്താണ്, ഈ വിത്താണ്, ആ ബീജം. അപ്പോൾ ആ ബീജത്തിനെ കൊണ്ട് നടക്കുക നമ്മൾ. നമ്മുടെ മനസ്സ്, ഈ ബീജം എന്നുള്ളത് ജീവനാണ്, പഞ്ഞി എന്നുള്ളത് മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിന് സ്വാതന്ത്ര്യമില്ല, ഈ ജീവൻ കെട്ടപ്പെട്ടിരിക്കുക. ഇത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ പറക്കും. മണ്ണും ഈ ബീജവും കൂടിയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശരീരമായി. വിത്ത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം കിട്ടും, അതാണ് മരം. ഇപ്പം നമ്മൾ മരമാണ്, ഈ ശരീരം മരമാണ്, അതിലുള്ള ജീവൻ ഈ വിത്താണ്, അതിലുള്ള മനസ്സ് ഈ പഞ്ഞിയാണ്. നമ്മൾ ജീവിക്കുന്നത് ഈ പ്രപഞ്ചത്തിലാണ്, മണ്ണ്. അപ്പം മരം മണ്ണിൽ നിൽക്കണു, ഈ ജീവൻ വിത്തായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കണു, മനസ്സ് കൂടെ പഞ്ഞിയായിട്ട് നിൽക്കണു.
വല്ലാത്തൊരു ബന്ധം അത്. അതിനെ വേർപെടുത്താൻ സാധിക്കും ഉപാസന കൊണ്ട്. അതാണ് മുക്തി വരും. പിന്നെ ഈ ബീജം എന്നുള്ള വിത്തിൻ്റെ രൂപമില്ല, അരൂപിയായിട്ട് ലയം സംഭവിക്കും. മരം വളർന്നാൽ പിന്നെ വിത്ത് കാണില്ലല്ലോ. മരം ഇല്ലാണ്ടായാലോ ഭസ്മം കത്തിച്ചു എന്ന് കൂട്ടാ, ഭസ്മമായി. ഭസ്മം കാറ്റത്ത് ധൂളികളാവും. ആ ധൂളികൾ ലയിക്കും, കാണാനില്ലാണ്ടാവും. എത്ര സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ പോലും ഇല്ലാണ്ടാവും. പരിപൂർണ ലയം. അവിടേക്ക് നമ്മൾ എത്തണം. അതിന് ഉപാസന കൊണ്ടേ സാധിക്കുള്ളൂ. അതാണ് ഈ പ്രാരബ്ധം. അത് തീർക്കണം എന്ന് സാരം അതാണ്. അപ്പം ഇങ്ങനെ ഗോപികളോട് പറയാണ്, ഗോപികളെ, എന്നിൽ ഭക്തി ഉണ്ടായാൽ അത് മോക്ഷപ്രാപ്തി നേടിത്തരും. ഇപ്പം ഗോപികൾക്ക് അങ്ങനെ കിട്ടുകയാണ്. നമുക്കും അതേപോലെ നമ്മൾ ഭക്തന്മാരാണ്. അപ്പം നമുക്ക് ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി. ഇതിലേത് കഥയിലും ഒരുപോലെയാണ്. അങ്ങനെ എടുക്കാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഥാരുചിയോട് കൂടിയിട്ട് ഇങ്ങനെ വായിക്കാം, കുറച്ച് അന്ധമായിട്ട് വായിക്കാം, വിരോധമില്ല, അന്ധവിശ്വാസം കുഴപ്പമില്ല. അതിങ്ങനെ വേണമെന്ന് മാത്രം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതും അവിടെ ഒരു ഫലമായിട്ട് വരും, അത്രയേ ഉള്ളൂ. ഈ ഒരു തോണി നമ്മൾ ഉപയോഗിച്ചിട്ട് പുഴ അങ്ങോട്ട് കടക്കുമ്പോൾ തോണി ആരെ ഉണ്ടാക്കി, എന്ത് മര, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. ആരാ തുഴയണ ആൾക്ക് വേണിച്ചാൽ എന്തെങ്കിലും ഇത്തിരി പൈസ കൊടുത്തു എന്ന് വരാം, ആകെ അതേ ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്കിത് കടക്കലാ ലക്ഷ്യം, അങ്ങനെ കണക്കാക്കിയാൽ മതി എന്നാണ്. ഈ സംഘങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തുക. എന്തിനാണ് രക്ഷപ്പെടുത്തേണ്ടത്? വീണ്ടും ഇവിടേക്ക് വരണ്ടാത്ത രീതിയിൽ തോണിയാണ് കടന്നാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, അങ്ങനെ പോണെന്നാ ഭഗവാന്റെ വാക്കാണ്. നിങ്ങൾക്ക് എന്നിൽ സ്നേഹമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നിലേക്ക് എത്താൻ സാധിക്കും. എൻ്റെ വാസ്തവ സ്വരൂപം നിങ്ങൾ അറിഞ്ഞോളൂ. ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ട് എൻ്റെ ശരീരത്തിൽ, എല്ലാ ശരീരത്തിലും ഞാനുള്ളതുപോലെ തന്നെ ഈ ശരീരത്തിലും ഞാനുണ്ട്, അത്രയേ ഉള്ളൂ. എന്നിൽ സർവരും ഉണ്ട്. ഈ 24 തത്വവും ഞാൻ തന്നെയാണ്. ശരീരത്തെ പഞ്ചഭൂതമായിട്ട്, ഭൂതങ്ങളെ ആത്മാവായിട്ട്, ആത്മാവിനെ പരമാത്മാവായിട്ട് ക്രമേണയായിട്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ കാണുക, അനുഭവിക്കുക. ഈ അനുഷ്ഠാനം കൊണ്ട് നിങ്ങൾ എന്നിലെത്തും. അപ്പോൾ ഈ മനസ്സാകുന്ന പഞ്ഞി, വിത്താകുന്ന ഈ ജീവൻ, മണ്ണാകുന്ന അതിൽ പഞ്ചഭൂതാത്മകം മുഴുവൻ വേണം, എന്നാലേ കണ്ട് ആവുള്ളൂ. വെള്ളവും അഗ്നിയും ഒക്കെ ചേർന്നാലേ ആവുള്ളൂ. അങ്ങനെ അത് ക്രമേണയായിട്ട് മരമാവും. ആ മരം പിന്നീട് നശിച്ചു കഴിഞ്ഞാൽ, മരത്തിനൊരു നാശമുണ്ടല്ലോ, മരത്തിൽ നിന്ന് വിത്തുണ്ടാവുക, അതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും കായകളുണ്ടാവും, മരത്തിൽ നിന്ന് വിത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മരം പല പ്രവൃത്തികളും ചെയ്യും, തണൽ കൊടുക്കും, പലതുമുണ്ട്. അങ്ങനെ മരത്തിനൊരു നാശമുണ്ട്, ഒടുക്കം. അത് പിന്നെ കാണാനില്ലാണ്ടേ മരം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ സമ്പൂർണ്ണ ലയം നടക്കും. ആ ലയം എങ്ങനെ വേണം? ഭഗവാങ്കൽ ലയിപ്പിക്കണം. അതാണ് ഈ വിത്താണ് മരമായത്. അപ്പം നമ്മൾ മരത്തിനെ എങ്ങനെയാണ് കണക്കാക്കാറും? ആ മരം ഇനി ലയിക്കേണ്ടതാണ് എന്ന രീതിയിൽ കണക്കാക്കണം. വിത്തിന് നേരിട്ട് ചിലപ്പോൾ ലയം ഉണ്ടാവും. എങ്ങനെ? മരം ഇല്ലാതെ കണ്ട്, മരം ആവാതെ കണ്ട് വിത്ത് അങ്ങനെ തന്നെ ഈ ലയം സംഭവിക്കും. വിത്ത് മുളക്കില്ലേ, അതാണ് വറുത്ത വിത്ത്. അജിത ചിത്രകേതുവിൻ്റെ സ്തുതിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, വറുത്ത വിത്ത് മുളക്കില്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാവാം, പിന്നെ മരം ആവണ്ട. അപ്പോൾ പ്രാരബ്ധം കുറച്ചുകൂടി കുറഞ്ഞു. ഷഡ്ഗർഭന്മാർ മറ്റേ ദേവകിയുടെ സന്യം കുടിച്ച് രക്ഷപ്പെട്ട പോലെ ഒരു ജന്മം അവർക്ക് ഫ്രീ കിട്ടി. പ്രാരബ്ധം ഭഗവാൻ തീർത്തു കൊടുത്തതാ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ എന്നിലെത്തും എന്ന് ഗോപികളെ ആശ്വസിപ്പിച്ചു ഭഗവാൻ. ഗോപികൾക്ക് ആശ്വാസമായി. കൃഷ്ണസ്മരണ ഇനി പ്രത്യേകിച്ച് ഓർത്തെടുക്കാനൊന്നുമില്ല. കൃഷ്ണൻ വേർപ്പെടുന്നില്ല, ഒപ്പമുണ്ട്. അത് അനുഭൂതിയിലുണ്ടാവുന്ന. അങ്ങനെ മറക്കാത്ത ഭാവം എത്തി, അവിദ്യ നീങ്ങി. അതേപോലെ അനവധി സജ്ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സത്സംഗം കിട്ടി, സതുപദേശം കിട്ടി. കൃഷ്ണനുള്ള സമയത്ത് കുറേ ഋഷിമാരും കാര്യങ്ങളൊക്കെ അവിടെ വന്നായിരുന്നു. പിന്നെ ആരും വരാറില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും ഒരുമിച്ച് കണ്ടു. അത് അത്രേ വേണ്ടു അവർക്ക്.
കാരണം അവർ പുണ്യവതികളാ. അപ്പം അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. പൂർവ്വജന്മ സുഹൃതം ധാരാളമുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ഇനി നഷ്ടബോധം അങ്ങനെ ഒരു വേണ്ട. ഇത് ജ്ഞാനം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അവിദ്യ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സത്സംഗം കിട്ടിയപ്പോൾ ആത്മോപദേശം കിട്ടിയത് ഭഗവാനിൽ നിന്നാണ്. അങ്ങനെ ഭഗവാനെ യോഗികൾക്ക് പോലും കിട്ടാത്തത് ഇപ്പതാ ഈ ഗോപികൾക്ക് കിട്ടി. യോഗികൾക്ക് കിട്ടാത്തത് ഗോപികൾക്ക് കിട്ടി. അതേപോലെ സംസാരത്തിൽ നിന്ന് സംസാരത്തിൽ വീണ് കഴിഞ്ഞാൽ പിടിച്ച് കരകയറാൻ എന്താ വേണ്ടത്? ഈ ഭഗവാന്റെ തൃപ്പാദമാണ് ആശ്രയാക്കേണ്ടത്. ഞങ്ങളെ ഗൃഹസ്ഥകളെ ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം. ഭഗവാന്റെ ഇച്ഛ, അത് ഭഗവാനെ വേർപിരിയാതിരിക്കാനുള്ള ഇച്ഛ ഭഗവാങ്കൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ഞങ്ങളിതാ നമസ്കരിക്കണു. ഞങ്ങൾക്ക് വരം അനുഗ്രഹമായിട്ട് ഭഗവത് ഭക്തി തരൂ. പ്രാർത്ഥനയാണ്. ഗോപികളുടെ പ്രാർത്ഥന അതാണ്. നമ്മൾ ഭക്തന്മാർ വേണ്ടത് ഈ പ്രാർത്ഥനയാണ് വേണ്ടത്. ഭഗവാനിൽ ഭക്തി തരൂ, ഭഗവാൻ നമ്മളെ മറക്കരുതേ എന്ന്. അതേപോലെ കൃഷ്ണൻ യുധിഷ്ഠിരനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. പാണ്ഡവരോട്, യുധിഷ്ഠിര കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ഭഗവാന്റെ കഥ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങേ സ്മരിച്ചുകൊണ്ട് ആ സമയത്തൊക്കെ ആനന്ദത്തെ ഉണ്ടാവണു. ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപിയായിട്ട് വന്നതല്ലേ, ഇങ്ങനെ ഞങ്ങളെ സഹായിച്ചത്. ഇത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കണു. ധർമ്മദേവൻ്റെ അവതാരം യുധിഷ്ഠിരൻ, വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള നാരായണൻ്റെ അവതാരമായിട്ടുള്ള കൃഷ്ണനോട് പറയാ സ്തുതി. അപ്പോഴേക്കും പാഞ്ചാലി വന്നു. ഭഗവത് പത്നിമാരുടെ അടുത്ത് പ്രത്യേകം വിശേഷങ്ങളൊക്കെ ചിലത് ചോദിച്ചു. ഒരു വട്ടമേശ സമ്മേളനം പാഞ്ചാലിൻ്റെ വക പ്രത്യേകമായിട്ട് ഭാഗവതത്തിലൊരു അധ്യായം മുഴുവതാ, 83-ാമത്തെ അധ്യായം. നിങ്ങളെ വിവാഹം ചെയ്തത് എങ്ങനെയൊക്കെയാ കൃഷ്ണൻ? നിങ്ങളെങ്ങനെയാണ് ഭഗവാങ്കിൽ എത്തിച്ചേർന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു. 8 പത്നിമാരും പ്രത്യേകം പറഞ്ഞു. രുക്മിണി പറയാണ്, വിദർഭ രാജകുമാരി. ശിശുപാലന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടന്മാരൊക്കെ നിശ്ചയിച്ചു, രുക്മിണി തൊട്ടുള്ളവർ. അനവധി രാജാക്കന്മാർ വന്നു എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് പലതും ശ്രമിച്ചു. ആ സമയത്ത് ഈ സിംഹം ഇരയെ കൊണ്ടുപോകുന്ന മാതിരി ഭഗവാൻ കൃഷ്ണൻ അവരുടെ മധ്യത്തിൽ നിന്ന് എന്നെ അപഹരിച്ചു. രാക്ഷസവിധി പ്രകാരം വിവാഹം കഴിച്ചു. എനിക്ക് എന്നും ആ ഭഗവാന്റെ പാദത്തെ സേവിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സത്യഭാമ പറഞ്ഞു, പ്രസേനൻ മരിച്ച ആ സമയത്ത് എൻ്റെ അച്ഛൻ ആ ദുഃഖം കൊണ്ട് സത്രാജിത്ത് കൃഷ്ണനെ കുറ്റപ്പെടുത്തി. അച്ഛൻ സത്രാജിത്തെ കുറ്റപ്പെടുത്തി. സ്യമന്തകത്തിന് വേണ്ടിയിട്ട് പ്രസേനനെ കൊന്നു കൃഷ്ണൻ എന്നുള്ളൊരു കിംവദന്തിയൊക്കെ പറഞ്ഞുണ്ടാക്കി. ആ അപവാദം തീർക്കാൻ വേണ്ടിയിട്ട് ജാമ്പവാനിയും കൂടിയും ജയിച്ചിട്ട് ജാമ്പവതിയൊക്കെ വെളിവെച്ചതിൻ്റെ ശേഷം സ്യമന്തകം കൊണ്ടുവന്ന് എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ സ്യമന്തകം കൊടുത്തപ്പോൾ അത് മേടിച്ചില്ല, പക്ഷെ എന്നെ മേടിച്ചു. കൃഷ്ണൻ എന്നെയാണ് സ്വീകരിച്ചത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അച്ഛൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് എന്നെ കൃഷ്ണന് നൽകിയപ്പോൾ എനിക്ക് എന്നും കൃഷ്ണൻ്റെ പാദം സേവിക്കാനുള്ള അവസരം കിട്ടി. അത് എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴേക്കും ജാമ്പവതി പറഞ്ഞു, 27 ദിവസം എൻ്റെ അച്ഛനായിട്ട് ഭഗവാൻ കൃഷ്ണൻ യുദ്ധം ചെയ്തു. ശ്രീരാമൻ്റെ അവതാരകാലത്ത് തന്നെ എന്നെ ശ്രീരാമന് കൊടുക്കണമെന്ന് ജാമ്പവാൻ എൻ്റെ അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് തരായില്ല, ഏകപത്നി വ്രതമായിരുന്നു. ഇപ്പോൾ പിന്നീട് വരുമ്പോൾ ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു. ആ കൃഷ്ണനാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അത് സ്യമന്തകമണിയും കൊടുത്തു, എന്നെയും കൊടുത്തു. അങ്ങനെ കൃഷ്ണൻ എന്നെ വേളി കഴിച്ചു. എനിക്ക് വെറും കൃഷ്ണൻ്റെ ദാസിയാവാനുള്ള യോഗ്യത പോലും ഉണ്ടോ എന്ന് വെച്ചാൽ എന്തായാലും അതിനെങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. കൃഷ്ണൻ്റെ പത്നിയാണ്, സാമ്പൻ്റെ അമ്മയാണ്. അതേപോലെ കാളിന്തി പറഞ്ഞു, സൂര്യപുത്രിയായിട്ടുള്ള ഞാൻ ഭഗവാന്റെ പാദം കുറിച്ചിട്ടാണ് കാളിന്തിയിൽ തപസ് ചെയ്തത്. അർജുനനോടൊപ്പം വന്ന് എന്നെ കൃഷ്ണൻ ഇതാ വേളി കഴിച്ചിരിക്കണു. ഭഗവാന്റെ അന്തഃപുരത്തിൽ അടിച്ചു വാരാനുള്ള ഒരു അനുവാദമെങ്കിലും ഭഗവാൻ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാളിന്തിയാണ്, വിരജ നദിയാണ്, പ്രധാനപ്പെട്ട ഗോപികയാണ്. ഗോലോകത്തിൽ രാധയുടെ ഉറ്റ സുഹൃത്താണ്. രാധ ഒന്ന് ശപിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ വേണ്ടി വന്നത്. വിരജാ നദിക്ക് ഒരു ശാപം കൊടുത്തു. അങ്ങനെയാണ് മർത്യവാസമൊക്കെ വേണ്ടി വന്നത്. അപ്പോഴും ഭഗവാൻ കൈവിട്ടില്ല. ആ കാളിന്തിയെ തൻ്റെ സ്വന്തമാക്കി ആ നദീതീരത്ത് സ്ഥിരമായിട്ട് വസിച്ചു. എല്ലാ ലീലകളും കാണിച്ചു കൊടുത്തു, സന്തോഷിപ്പിച്ചു. പിന്നെ മിത്രവിന്ദ അവന്തി രാജകുമാരിയാണ്.
ജയസേനൻ രാജാധിദേവി അവരുടെ പുത്രിയാണ്, അച്ചമ്മങ്ങളുടെ മകളാ. ഞാൻ ഭഗവാനെ സ്നേഹിച്ചു. എൻ്റെ ഏട്ടന്മാരെ വിന്ദാനുവിന്ദന്മാർ കൃഷ്ണനെ ക്ഷണിക്കാതെ കണ്ട് സ്വയംവരം നടത്തി. എൻ്റെ അമ്മാവൻ്റെ മകനാ കൃഷ്ണനെ. ഭഗവാൻ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു. ഈ രാക്ഷസവിധി പ്രകാരം എന്നെ രുക്മിണിയെ എങ്ങനെയാണോ കല്യാണം കഴിച്ചത് അതേപോലെ തന്നെ എന്നെ കല്യാണം കഴിച്ചു. മിത്രവിന്ദയായിട്ടുള്ള അവന്തി രാജകുമാരി പറഞ്ഞത്, ഈ ഭഗവാന്റെ പാദം എന്നും കഴുകാനും സേവിക്കാനും ഭഗവാനെ ശുശ്രൂഷിക്കാനും എനിക്ക് സാധിക്കണേ, ഇത് മാത്രമേ എനിക്ക് ഭാഗ്യം വേണ്ടൂ, വേറൊന്നും വേണ്ട. അപ്പോൾ സത്യം പറയാണ്, ഈ നഗ്നജിത്തിൻ്റെ പുത്രിയായിട്ടുള്ള കോസല രാജകുമാരിയായിട്ടുള്ള ഈ അയോധ്യ രാജകുമാരി അച്ഛനൊരു പ്രത്യേകമായിട്ടൊരു പന്തയം വെച്ചു. 7 കാളകളെ, മൂക്കയറും കൂടിയില്ല, അത്തിക്കൂറ്റന്മാരായിട്ടുള്ള കാളകളാണ്. ആ കാളകളെ ആരാണോ ബന്ധിക്കുന്നത് വധിക്കാതെ കണ്ട് അവർക്ക് മാത്രമേ കൊടുക്കൂന്ന് ഭഗവാൻ വന്നു. അപ്പോൾ അച്ഛൻ എന്നെ കൊടുക്കാൻ വലിയ മോഹമായി. പക്ഷേ കാല് പിടിച്ചു പറഞ്ഞു, ഈ 7 കാളകളെ ഒന്ന് കെട്ടണം കേട്ടോ, വേറെ ആർക്കും പറ്റില്ല. അങ്ങനെ ആ 7 കാളകളെയും കെട്ടി വാക്ക് സത്യമാക്കി എന്നെ വേളി കഴിച്ചു. എന്നെ രക്ഷിച്ചു ഭഗവാൻ. ആ ഭഗവാന്റെ എന്തൊക്കെ സേവനങ്ങളാണോ എനിക്ക് ചെയ്യേണ്ടത് അത് മുഴുവൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ചിലരെന്നെ എതിർത്തു. ഒരു അക്ഷൗഹിണി സേന മുഴുവൻ എതിർത്ത് വന്നു. ഭഗവാൻ അവരെയൊക്കെ നിശേഷം ഇല്ലാണ്ടാക്കി ഓടിച്ചു വിട്ടു. എന്നാലോ ഭഗവാൻ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു വിരോധം കാണിക്കുകയും കൂടി ഉണ്ടായില്ല. എന്നെ രക്ഷിച്ചു എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ദാസ്യം അതെനിക്ക് എന്നും ഉണ്ടാവണേ. ഇത്രയേ ഉള്ളൂ സത്യയുടെ പ്രാർത്ഥന. സത്യ എന്നുള്ളത് അഗ്നിയുടെ ഭാര്യയായിട്ടുള്ള ഈ സ്വാഹാദേവിയാണ്. ആ സ്വാഹാദേവിക്കും ഇതേപോലെ ഭഗവാന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ കൊടുത്തു. പിന്നെ ഭദ്ര, വസുദേവ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തി കേകയ രാജ്യത്തിലെ കൈകേയിയുടെ നാട്ടിലെ പുത്രിയാണ്, രാജകുമാരിയാണ്. കൈകേയി കഴിഞ്ഞ ജന്മത്തിൽ വളരെ വിഷമിപ്പിച്ചതുള്ള ഒരു ഭാവമാണ്. പക്ഷേ ആ കേകയ രാജപുത്രി ഇപ്പോൾ ഭഗവാന്റെ പത്നിയായിട്ട് മാറി. വസുദേവരുടെ സഹോദരി ശ്രുതകീർത്തിയുടെ പുത്രിയാണ് ഭദ്ര എന്നാണ് പേര്. ആ ഭദ്ര എന്നെ അച്ഛൻ പറഞ്ഞിട്ട് എന്നെ വിളയിച്ചു. അങ്ങനെ ഭൃത്യരും ഒരക്ഷൗഹിണി സേനയും എല്ലാം അച്ഛന് ധാരാളമായിട്ടുണ്ടായിരുന്നു. അതിൽ കൃഷ്ണന് കൊടുത്തുകൊണ്ട് എന്നെ എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് കൃഷ്ണൻ സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനും ആ ഭഗവാന്റെ ഭർത്താവിൻ്റെ ഈ പാദദാസ്യത്തെ മാത്രം ആഗ്രഹിക്കുന്നു പാഞ്ചാലി എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്ര. ലക്ഷ്മണ പറയാണ്, മധുരദേശത്തുള്ള പുത്രിയാണ്, ബൃഹത്സേനൻ്റെ പുത്രിയാണ്. ഈ നാരദാദികൾ വന്ന് പറഞ്ഞിട്ട് എനിക്ക് ലക്ഷ്മണ പറയാം, എനിക്ക് ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായിട്ട് വേണമെന്ന് ഞാൻ ഉറപ്പിച്ചു, മനസ്സാ വരിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ ഒരു പരീക്ഷ വെച്ചു. ആ പരീക്ഷ ഈ പാഞ്ചാലി സ്വയംവരത്തിന് അർജുനൻ എങ്ങനെയാണോ ഒരു ലാക്ക് ഭേദിച്ചിട്ട് പാഞ്ചാലിയെ വരിച്ചില്ലേ, ദ്രുപദ രാജകുമാരിയായിട്ടുള്ള അഗ്നിജയായിട്ടുള്ള പാഞ്ചാലിയെ വരിച്ചില്ലേ, അതേപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു പരീക്ഷയാണ്. അർജുനൻ ആ ലക്ഷ്യം ഭേദിക്കാൻ സാധിച്ചില്ല, മറ്റാർക്കും സാധിക്കൂല. അത് ഒരു കറങ്ങുന്ന ലക്ഷ്യത്തെ മേലോട്ട് നോക്കിയിട്ട് എഴുതാൻ മതിയായിരുന്നു. ഇത് കറങ്ങുന്ന മത്സ്യത്തെ ലക്ഷ്യം അത് താഴെ അത് പ്രതിബിംബമായിട്ട് കാണണം, വെള്ളത്തിലിട്ടാണ് കാണുക. അങ്ങനെ കണ്ടിട്ട് വേണം മുകളിലേക്ക് ഈ അയക്കാൻ. ആ ലാക്ക് ഭേദിച്ചു. എൻ്റെ ഒരു പന്തയമാണ്, ആ പന്തയത്തിൽ കൃഷ്ണൻ ജയിച്ചു. അതിനുശേഷം ഭഗവാൻ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത ആ കാര്യം ഭഗവാൻ ചെയ്തുകൊണ്ട് എന്നെ രക്ഷിച്ചു. ചില രാജാക്കന്മാരൊക്കെ ആ സമയത്ത് യുദ്ധത്തിന് വന്നു. അവരൊക്കെ ഭഗവാൻ ശരവർഷം കൊണ്ട് ഓടിച്ചു. വലിയ സൈന്യം, ആയുധം ഒക്കെ, ദാസൻ എല്ലാവരും അന്ന് അച്ഛൻ്റെ ഈ കൃഷ്ണന് കൊടുക്കുക എന്നൊരു അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊടുത്തു. പക്ഷേ ഞാനതൊന്നും കണക്കാക്കണില്ല. ഭഗവാൻ ആത്മാരാമനാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ദാസിമാരെയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് ഭഗവാന്റെ ദാസ്യം ചെയ്യുന്നത്. അത് എന്നും നിലനിൽക്കണേ. ഇത് ഭഗവാനല്ലാതെ കണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. പൂർവ്വജന്മ തപസ് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫലം കിട്ടിയത്. ആ ഫലം ഇനി എന്നും നിലനിൽക്കണേ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഭഗവാന്റെ ദാസ്യം അത് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു ലക്ഷ്മണ. പാഞ്ചാലി ഇതൊക്കെ തന്നെ കേൾക്കുക കേട്ടോ. അപ്പോഴേക്കുണ്ട് 16,100 പത്നിമാർ വേറെ ഉണ്ടല്ലോ. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അന്തപുരത്തിലെ
അടിച്ചുതളി, മിറ്റടിച്ചു വരിക, അങ്ങനെ ഉണ്ടല്ലോ, പാത്രം മോര, മിറ്റടിച്ചു വരിക, അങ്ങനെ വസ്ത്രം തിരുമ്പുക, ഇങ്ങനെയുള്ള ദാസ്യപ്പണി മാത്രം മതി. കൃഷ്ണൻ്റെ കാല് കഴുകി അതൊക്കെ അവർ ചെയ്തോട്ടെ, കാരണം അതിനുള്ള യോഗ്യത ഒന്നും ഞങ്ങൾക്കില്ല. നരകാസുരൻ്റെ അന്തപുരത്തിൽ മറ്റേ ഞങ്ങൾ പല രാജ്യങ്ങളിൽ പെട്ടവരായിരുന്നു. അവിടെ ചെന്ന് കുടുങ്ങി അവിടുന്ന് രക്ഷപ്പെടുത്തിയത് ഈ കൃഷ്ണനാണ്. ആ കൃഷ്ണന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ കിട്ടിയത്. അതുകൊണ്ട് നരകാസുരനെ വധിച്ച് ഞങ്ങളെ വേട്ട കൃഷ്ണനെ എങ്ങനെ ഞങ്ങൾ സേവിക്കാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും, ചെയ്തു കൊണ്ടേയിരിക്കും. ആ പാദധൂളി ശിരസിൽ ധരിക്കണത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഗോപികളായാലും കാട്ടാള സ്ത്രീകളായാലും പുല്ലായാലും അവരൊക്കെ പാദസ്പർശം കൊതിക്കുന്നു. ഞങ്ങൾക്ക് ആ പാദധൂളി മതി. വന്ദേ നന്ദഭൃജ സ്ത്രീണ പാദരേണു ഭീക്ഷണശായ ആസാം ഹരികഥോൽഗീതം പുനാദി ഭുവനത്രയം. ഉദ്ധവർ നമസ്കരിച്ചത് ആ പാദധൂളിയാണ്. ആ പാദധൂളി മതി ഞങ്ങൾക്ക്. പത്നിമാരാ പറയണം കേട്ടോ. ഇങ്ങനെ പാഞ്ചാലിക്ക് കേട്ടപ്പോൾ, ഈ കഥകൾ കേട്ടപ്പോഴേ ഓരോരുത്തരും എത്രയാണ് കൃഷ്ണനെ സ്വീകരിച്ചത് എന്ന് മനസ്സിലായി, സേവിക്കണത് എന്ന് മനസ്സിലായി. തനിക്ക് ഇത്രയൊന്നും ഭക്തി ഇല്ല അല്ലേ എന്ന് പാഞ്ചാലി കരുതി എന്നാണ്. പാഞ്ചാലിയാണ് അത്രേ കൃഷ്ണന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സ്ത്രീ. അത് എങ്ങനെ ഭക്തി എന്ന് ചോദിച്ചാൽ വെച്ചാൽ അത്ര ഭക്തിയാണ് പാഞ്ചാലിക്ക്. ആ പാഞ്ചാലിയേക്കാൾ കൂടുതൽ ഭക്തി ഉണ്ടായിരുന്നു ഗോപികൾക്കും ഈ കൃഷ്ണപത്നിമാർക്കും എന്ന് പറയുകയാണ്. അപ്പോൾ എവിടെ എത്തി? അതാണ് കൃഷ്ണൻ്റെ ലീലാരഹസ്യം ആർക്കും പറയാൻ സാധിക്കില്ല. ഈ ഓരോരുത്തർ പറയണ പോലെ പാഞ്ചാലിൻ്റെ അടുത്താണ് സദാസമയത്തും കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധി ഇത്ര വികലമായില്ലോ എന്ന് ആലോചിക്കുകയാണ്. ഒട്ടും പുരാണത്തെ ആശ്രയിക്കാത്തതുകൊണ്ടല്ലേ, ഒട്ടും മഹാഭാരതത്തെ വായിക്കാത്തതുകൊണ്ടല്ലേ. ആരൊക്കെയോ എന്തൊക്കെയോ എന്തെങ്കിലും പറയുന്നു, പിന്നെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെയോ ചിലത് കാട്ടിക്കൂട്ടുന്നു, മനസ്സിലാക്കണം. പാഞ്ചാലി കാളിയാണ്. ഏത് കാളി? ഭഗവാന്റെ ശ്രീരാമാവതാര കാലത്ത് സീതാദേവിക്ക് പകരമായിട്ട് ഛായാസീത, ആ സീതയായിട്ട് വന്നത് ഈ പാഞ്ചാലി, ഈ കാളിയാണ്. പിന്നത്തെ ജന്മമാണ് പാഞ്ചാലി. എത്ര കടം വീട്ടിയാലും തീരുമോ? രാവണൻ്റെ കൊട്ടാരത്തിലെ ഈ രാക്ഷസിമാരുടെ മുഴുവൻ ദുർഗന്ധവും പീഡനങ്ങളും സഹിച്ച് കുറച്ച് കാലം ഉണ്ടായുള്ളൂ, 2 മാസമൊക്കെ ഉള്ളൂ. അത് കഥയിൽ വായിക്കുമ്പോൾ കുറേ കാലം ഉണ്ടെന്ന് തോന്നുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. 14 കൊല്ലക്കാലം എന്നൊക്കെ ചിലർ മറ്റേ പറയുന്നത് കേൾക്കാം. 13.5 കൊല്ലത്തിന് ശേഷമേ അങ്ങനെ ഒരു രംഗം തന്നെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ രാവണൻ കട്ടുകൊണ്ട് പോകുന്നതൊക്കെ 2 മാസം, പരമാവധി 3 മാസം, അതിൽ കൂടുതൽ ഒട്ടുമില്ല. അപ്പോഴേക്കും യുദ്ധത്തിന് വേണ്ടിയിട്ട് രാമൻ ലങ്കയിലേക്ക് എത്തുകയും ചെയ്തു. കൂടെ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, രാജ്യത്തിലുണ്ടെന്ന് സാരം. അതാണ് ആ ഛായാസീതയാണ് പാഞ്ചാലിയായിട്ട് വന്നത്. അപ്പോൾ ഈ ഇഷ്ടം എങ്ങനെയാണ് ഉണ്ടായത്? അത്രയും കൂടുതൽ ഇഷ്ടമാണ്, അർഹതയുണ്ട് ഭഗവാനെ. അപ്പോൾ പാഞ്ചാലിയുടെ ഒരു ഭാഗ്യം, ഭഗവാങ്കൽ നിന്ന് ഭർത്തൃസുഖം വേണം എന്ന് പ്രാർത്ഥിച്ചു. അത് ശിവനെ തപസ് ചെയ്തിട്ട് നേടാമെന്ന് കരുതി. ശിവനെ തപസ്സും ചെയ്തു ഛായാസീത. 5 തവണ പറഞ്ഞു അത്രേ ഭർത്താവ് വേണമെന്ന്. അപ്പോൾ പാലകന്മാരായിട്ടുള്ള 5 പേര് മഹാദേവൻ കൊടുത്തു എന്നാണ്. ആ പാലകന്മാരാണ് ഈ ധൃതരാഷ്ട്ര, യുധിഷ്ഠിരൻ, ഭീമൻ, ധർമ്മദേവനും വായു, പിന്നെ അർജുനൻ, ഇന്ദ്രനാണ്. അതേപോലെ നകുല സഹദേവന്മാർ അശ്വിനി ദേവകളാണ്. ആ ദേവത്വം പാലകരാണല്ലോ, പാലകരുടെ അംശം കൊണ്ട് ഭുജിപ്പിച്ചു എന്നാണ് ഭർത്തൃപദവി. ഭഗവാനായി കണ്ടുകൊണ്ടാണ് 5 ഭർത്താക്കന്മാരെയും സ്വീകരിച്ചത് എന്നാണ്. അതിൻ്റെ മാഹാത്മ്യം എത്രയും ചോദിച്ചാൽ പറഞ്ഞാൽ അറിയില്ല. അത് മനസ്സിലാക്കാതെ കണ്ട് ഈ പാഖണ്ഡം പറയുന്ന കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഒന്നും അറിയാത്തോണ്ടാ, എന്താ ചെയ്യുക, മാർഗല്ലേ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പാഞ്ചാലിയുടെ ഒരു മനസ്സ്, ഈ ഞാനാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നത് എന്ന് ധരിച്ചപ്പോൾ അത് ഗോപികമാർ കൃഷ്ണനെ സ്വീകരിച്ച കാര്യം മനസ്സിലാക്കി. അതേപോലെ കൃഷ്ണപത്നിമാർ കൃഷ്ണനെ സ്വീകരിച്ച കാര്യം മനസ്സിലാക്കി. കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞിട്ടുണ്ട്,
ഗോപികളുടെ കാര്യം അത് രുക്മിണി നോക്കണ്ട കേട്ടോ. അപ്പോൾ പാഞ്ചാലിയുടെ മീതെ കൃഷ്ണപത്നിമാരുടെ മീതെ ഗോപികൾ. ഭാര്യാപതൊന്നും വേണ്ട, ശരീരസംഖ്യയേ വേണ്ട. എത്രയാ അതിൻ്റെയൊക്കെ മഹത്വം ചോദിച്ചാൽ അറിയില്ല, ലൗകികമായിട്ട് പറയുമ്പോൾ കേട്ടോ. ഇനി അതിൻ്റെ മറ്റൊരു തരത്തിലെടുക്കുമ്പോൾ ഇതൊന്നും അല്ലേ ഇനി. അത്ര കൂടുതൽ പ്രാധാന്യമുണ്ട് അതിനൊക്കെ. ജീവൻ്റെ ശുദ്ധിക്ക് നല്ലൊരു ശുദ്ധീകരണ പ്രക്രിയ തന്നെ നടക്കും ഈ ഭഗവാന്റെ ആശ്രിതരായിട്ടുള്ള ഭക്തന്മാരുടെ. ഓരോ ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല. ഭക്തന്മാർ ഭഗവാനെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് നമ്മളെ ഓരോ ആഗ്രഹങ്ങളായാലും ഇന്ദ്രിയങ്ങൾ അവിടേക്കും ഇവിടേക്കും പോകുന്നതിനായാലും തടുക്കാൻ ഇത്രയും കൂടുതൽ എളുപ്പം വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് കഥാരുചി ആദ്യം വേണമെന്ന് പറഞ്ഞത്. പിന്നെ തത്വം കിട്ടിയാൽ മതി. ആ തത്വം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇങ്ങനൊരു ഭാവേ ഉണ്ടാവില്ല. കണ്ണിന് കാണണമെന്ന് തോന്നില്ല, കാതിന് കേൾക്കണമെന്ന് തോന്നില്ല. മുഴുവൻ ഭഗവത്പരമായിട്ട് മാറും, ഭഗവത് ഉന്മുഖമായിട്ട് മാറും. അത്രയേ വേണ്ടൂ. അങ്ങനെ എല്ലാവരെയും ഭഗവാൻ ഇപ്രകാരത്തിൽ സമാശ്വസിപ്പിച്ചു എന്നതാണ്. പത്നിമാരെ കൊണ്ടാണ് പാഞ്ചാലിക്ക് സമാധാനം കൊടുത്തത്. അതാണ് ഈ അധ്യായത്തിൻ്റെ 83-ാമത്തെ അധ്യായത്തിലെ വട്ടമേശ സമ്മേളനത്തിന്. അങ്ങനെയാണ് പാഞ്ചാലിക്ക് വലിയ ബഹുമാനായി. ഈ ഗോപികൾ ആശ്ചര്യപ്പെട്ടു, കൃഷ്ണപത്നിമാർ ഇത്രയ്ക്കൊക്കെ സ്നേഹിക്കണ്ടല്ലേ. അതാണ്. പക്ഷെ നിഷ്കളങ്കരായിട്ടുള്ള ഗോപികൾ എന്നാലും ഞങ്ങളത്രയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു. കാരണം കൃഷ്ണൻ അത്രയും കൂടുതൽ താല്പര്യം ഉണ്ടെന്ന് രുക്മിണിയോട് പറഞ്ഞത് ഗോപികൾക്കറിയാം. അനവധി ജന്മത്തെയാണ് ഈ, കുറച്ചൊന്നുമല്ല. ഗോപികൾ പ്രാകൃത ഭാവമാണ്, രുക്മിണി എന്നുള്ളത് ലക്ഷ്മി ഭാവമാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഗോപികൾക്ക് അതിന് അർഹതയുണ്ട്. അതാണ്. അപ്പോൾ അർഹതയുണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണൻ്റെ ദാസ്യം കിട്ടുള്ളൂ എന്ന് അവിടെ സമർത്ഥിച്ചു എന്നതാണ്. പിന്നെ വസുദേവരുടെ യാഗത്തിൻ്റെ കാര്യമാണ് 84-ാമത്തെ അധ്യായം മുതൽ പറയണത്. അത് നമുക്ക് അടുത്തേൽ പറയാം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ.